നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്താൻ കഴിയാത്തതിന്റെ സങ്കടത്തിലും നിരാശയിലും പ്രതിഷേധത്തിലുമൊക്കെയാണ് പ്രവാസികൾ. സംഭാവനകൾക്കും നിക്ഷേപത്തിനുമൊക്കെയായി വിളിക്കുകയും വാനോളം പുകഴ്ത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പോലും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാൻ പ്രവാസികളെ വിളിക്കുന്നില്ല. വോട്ട് ചെയ്യാനെത്താൻ സഹായിക്കണമോ എന്ന് പോലും ചോദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പ്രവാസികളുടെ വോട്ട് കുറയും. ഒരു കൂട്ടം വിവരമില്ലാത്ത വിവരദോഷികൾ എന്നുള്ള ധാരണയിലാണുള്ളത്. ഇവർക്കൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും അവരെ സ്വീകരിക്കാൻ വരും, മാലയിടും, ആവശ്യമെങ്കിൽ അവരെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. എല്ലാ രാഷ്ട്രീയക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഈ പ്രതികരണം പ്രവാസ മനസ്സുകളിൽ ഒരുപാട് വേദന സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ടപ്പോൾ ഒരു വാക്കിനെങ്കിലും വിളിച്ച 1-2 ആളുകൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും നിങ്ങളുടെ സ്ഥിതി എന്താണ് എന്ന് വിളിക്കാത്ത വിഷമമാണ് പലപ്പോഴും പല മീറ്റിങ്ങുകളിലും നമ്മുടെ സുഹൃത്തുക്കൾ. അത് വലതുപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഇല്ലാതെ പ്രവാസികളുടെ ദുഃഖം തന്നെയാണ് എന്നുള്ള കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. പ്രവാസികളെ നിങ്ങൾക്ക് സാമ്പത്തിക നട്ടെല്ലായി മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു വിഭാഗമായി ഇതിനെ മാറ്റരുത്. പ്രവാസികൾക്കും അതിന്റെ റെപ്രസെന്റേഷൻ വേണമെന്നുള്ളതിന്റെ ആവശ്യകത വരുന്നത് ഇവിടെയാണ്. ഇത്രത്തോളം സങ്കടവും ദേഷ്യവുമുണ്ട് പ്രവാസികൾക്ക്. പശ്ചിമേഷ്യയിലെ യുദ്ധം സൃഷ്ടിക്കുന്ന ആശങ്ക, വിമാനയാത്രാ നിരക്കിലെ കുത്തനെയുള്ള വർധന, വോട്ട് ചെയ്യാൻ കഴിയാത്തതിന്റെ നിരാശ, സുരക്ഷിതരാണോ എന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറാകാത്ത ഭരണ പ്രതിപക്ഷ നേതാക്കൾ. പിന്നെ എങ്ങനെ കേരളത്തിലെത്തി വോട്ട് ചെയ്യാൻ പ്രവാസികൾക്ക് കഴിയും? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദുബായിൽ നിന്നും പ്രവാസികളെ വോട്ട് ചെയ്യാൻ കൊണ്ടുപോകുന്നതിന്റെ കാഴ്ചയാണ് ഇത്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UAEയിൽ നിന്നും ഇത്തരമൊരു കാഴ്ച ഉണ്ടാകില്ല. ഭീമമായ തുക നൽകേണ്ടതിനാൽ വോട്ടു വിമാനം വേണ്ടെന്നാണ് KMCCയും ഇൻകാസും അടക്കമുള്ള വിവിധ പ്രവാസി സംഘടനകളുടെ തീരുമാനം. 40,000 മുതൽ 60,000 രൂപ വരെയാണ് ഒരു ഭാഗത്തേക്കുള്ള യാത്രാ ടിക്കറ്റിന്റെ നിരക്ക്. 160 പേരുള്ള ബജറ്റ് എയർലൈൻ ചാർട്ട് ചെയ്യണമെങ്കിൽ 80 ലക്ഷത്തോളം രൂപ വേണം. സാധാരണക്കാർ അവരാണ് നമ്മൾ വോട്ടേഴ്സ്. ഈ സാധാരണക്കാർ എങ്ങനെ പോവുക? 2000-ഉം 1800-ഉം ഒക്കെ ടിക്കറ്റിന് കൊടുത്ത്, സിംഗിൾ ടിക്കറ്റിന് കൊടുത്തിട്ട് ഈ പ്രത്യേകം ഇത്ര പ്രശ്നം നടക്കുന്ന ഈ സമയത്ത് സാമ്പത്തികമായി ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കും പ്രവാസികൾക്ക്. അതുകൊണ്ട് ഇപ്രാവശ്യം KMCCയുടെ ചാർട്ടർ ഫ്ലൈറ്റ് UAEയിൽ നിന്നില്ല. ഇനി വേറെ ആരും അത് ചെയ്യുമെന്നും അറിയില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരവരുടെ കാര്യങ്ങളാണ്. പക്ഷേ UAEയിൽ നിന്ന് KMCC ഫ്ലൈറ്റ് പറപ്പിക്കാൻ ഇതുവരെ ഉദ്ദേശിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നാളെ സിറ്റുവേഷൻ മാറാം, കാര്യമായിട്ട് നാളെ ഇപ്പോൾ യുദ്ധങ്ങളും മാറിയെല്ലാം നല്ലതായി വരികയാണെങ്കിൽ ഓക്കെ, നമ്മളും അതുമായിട്ട് മുമ്പോട്ട് പോകും. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം വരെ അങ്ങനെ ഒരു അറിയിപ്പ് നമ്മുടെ മുമ്പിലില്ല. പശ്ചിമേഷ്യയിലെ സംഘർഷം പ്രവാസികളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും നാട്ടിലെത്തി വോട്ട് ചെയ്യാനുള്ള ആഗ്രഹം എല്ലാവരിലുമുണ്ട്. പക്ഷേ കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ വിമാനത്താവളങ്ങൾ ഭാഗികമായി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ദുബായ്, ഷാർജ, അബുദാബി വിമാനത്താവളങ്ങളിൽ നിന്ന് പകുതിയോളം വിമാനങ്ങൾ മാത്രമാണുള്ളത്. സൗദി അറേബ്യ, ഒമാൻ വിമാനത്താവളങ്ങൾ മാത്രമാണ് ഭേദപ്പെട്ട രീതിയിൽ സർവീസ് നടത്തുന്നത്. എയർ ഇന്ത്യ, ഇൻഡിഗോ തുടങ്ങിയ ബജറ്റ് എയർലൈനുകൾ ഷെഡ്യൂൾഡ് സർവീസുകൾ റദ്ദാക്കി പ്രത്യേക സർവീസുകളാണ് നടത്തുന്നത്. ഇതിൽ ടിക്കറ്റ് കിട്ടണമെങ്കിൽ സാധാരണ പ്രവാസി തൊഴിലാളിയുടെ 1-2 മാസത്തെ ശമ്പളം നൽകണം. വിമാനം ചാർട്ട് ചെയ്യാൻ ഭീമമായ തുക വേണ്ടതിനാൽ പ്രവാസി സംഘടനകളും പ്രതിസന്ധിയിലാണ്. ഗ്രൂപ്പ് ബുക്കിംഗിനെ കുറിച്ചാണ് UAEയിലെ ഇൻകാസ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇൻകാസ് UDF പ്രവർത്തകർക്ക് പോകുവാൻ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യുന്നതോടൊപ്പം അതല്ലാതെ ഗ്രൂപ്പ് ബുക്കിങ്ങിലൂടെ സാധാരണ ചാർജുകളിൽ നിന്നും ഒരു 200 ദിർഹംസ് വരെ കുറച്ച ഒരു രീതിയിൽ റേറ്റിൽ നമ്മൾ ഇപ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതിന് ഇപ്പം തന്നെ നമ്മളൊരു ഫോം കൊടുത്ത് ആ ഫോം ഡയറക്റ്റ് നമ്മൾ എയർലൈൻ ഏജൻസിയുമായിട്ട് പേയ്മെൻറ്റുകൾ അവർക്ക് നേരിട്ട് കൊടുക്കുകയും ഒരു ഇടനിലക്കാരില്ലാതെ അതിനുള്ളൊരു സംവിധാനം ഞങ്ങളുടെ ഇൻകാസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. സംസ്ഥാനത്താകെ 2,23,558 പ്രവാസി വോട്ടുകളുണ്ട്. 1000-ലധികം പ്രവാസി വോട്ടുകളുള്ള 47 മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്. ഇതിൽ പലയിടത്തും കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 500-ൽ താഴെ മാത്രമാണ്. മഞ്ചേശ്വരം മുതൽ തിരുവമ്പാടി വരെയുള്ള 32 മണ്ഡലങ്ങളിൽ 27 1000-ലധികം പ്രവാസി വോട്ടുകളുണ്ട്. കുറ്റ്യാടി മണ്ഡലത്തിലാണ് ഏറ്റവുമധികം പ്രവാസി വോട്ടുകൾ ഉള്ളത്, 16,002. നാദാപുരത്ത് 12,424 പ്രവാസി വോട്ടർമാരുണ്ട്. തിരൂരിൽ 8,601.
കല്യാശ്ശേരിയിൽ 8,097, കൂത്തുപറമ്പിൽ 6,839. വോട്ട് ചെയ്യാൻ പ്രവാസികൾ എത്തിയില്ലെങ്കിൽ പല മണ്ഡലങ്ങളിലും ജനവിധി മാറി മറിയുമെന്ന് ഉറപ്പ്. ഈ 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു 50% ആളുകൾ പോകുന്നവരിൽ ഒരു 50% ആളുകൾ പോയിക്കൊണ്ടിരുന്നവരിൽ ഒരു 10% പോലും പോകാൻ കഴിയുന്നില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. കാരണം ടിക്കറ്റ് ചാർജ്, വളരെ വലിയ ടിക്കറ്റ് ചാർജ് നിലവിലുണ്ട്. മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ ഫ്ലൈറ്റ്സുകൾ ഇൻഡിഗോ മാതിരി അല്ലെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് മാതിരി, എയർ ഇന്ത്യ മാതിരിയുള്ള ഫ്ലൈറ്റുകൾ വേണ്ടത്ര സർവീസ് നടത്തുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു വിഷയം തന്നെയാണ്. സാധാരണക്കാരായ തൊഴിലാളികൾക്കും നാട്ടിലെ വോട്ടുത്സവത്തിന്റെ ഭാഗമാകാൻ കഴിയാത്തതിൽ നിരാശയുണ്ട്. മുൻപ് പ്രവാസി സംഘടനകൾ വിമാനം ചാർട്ട് ചെയ്തു പോകുമ്പോൾ പലർക്കും അവസരം ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ വോട്ടുത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ നിരാശയിലും സങ്കടത്തിലും വേദനയിലുമാണ് പലരും. വോട്ട് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, വോട്ടിന് പോകണമെന്ന് തന്നെ വിചാരിച്ചതിനും. പക്ഷേ ഇങ്ങനെ ആയതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. മുമ്പ് പോയിക്കൊണ്ടിരുന്നതാണ്, പക്ഷേ ഇപ്രാവശ്യം ഫ്ലൈറ്റിൻ്റെ ലഭ്യത കുറവായതുകൊണ്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇങ്ങനെ ചാർട്ടേഡ് ഫ്ലൈറ്റിലൊക്കെ ആയിട്ട് ആരെങ്കിലും പോകാമല്ലോ, എല്ലാ പ്രവാസികളും അധികം ആൾക്കും വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ആർക്കും അങ്ങനെ വോട്ട് ചെയ്യാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. സാഹചര്യം ഭയങ്കര റേറ്റാണ്, സാധാരണക്കാരന് പോകാൻ പറ്റില്ല, സാധാരണക്കാരന് താങ്ങൂല, അത്രയും റേറ്റാണല്ലോ ഫ്ലൈറ്റിന്. എന്നും പ്രവാസികൾക്കുള്ളൊരു പ്രശ്നമാണല്ലോ പിന്നെ സമ്മതിദായവകാശം രേഖപ്പെടുത്താൻ കഴിയാത്തത് എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം മുമ്പ് നടന്നിരുന്നെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റോ കേരള ഗവൺമെൻറ്റോ അതിന് വേണ്ടത്ര ശ്രമിച്ചില്ല എന്നത് ഈ സമയത്ത് വളരെ ദുഃഖത്തോടു കൂടിയിട്ട് ഓർമ്മിക്കേണ്ട ഒരു വസ്തുതയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ മുൻപുള്ളതുപോലെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനും സാധ്യമല്ല. പല രാജ്യങ്ങളും ആളുകൾ ഒത്തുകൂടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടിലുള്ള പ്രവാസികൾ അവിടെ പ്രചാരണം നടത്താനാണ് പല സംഘടനകളുടെയും തീരുമാനം. അതേസമയം സാമ്പത്തിക ശേഷിയുള്ള പ്രവാസികൾ സ്വന്തം ചെലവിൽ വോട്ട് ചെയ്യാനും പ്രവർത്തനങ്ങൾക്കുമായി കേരളത്തിൽ എത്തുന്നുണ്ട്. സൗദി, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഏറ്റവും അധികം പ്രവാസികൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. 2001 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നായിരുന്നു ഈ കഴിഞ്ഞ പ്രാവശ്യം അവർ ചെക്ക് ചെയ്തത്, അല്ലേ? 1996 അതിനു മുമ്പ് നടന്ന ഇലക്ഷനുകളിൽ ഇദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ടോ, ഇദ്ദേഹത്തിന്റെ പിതാക്കന്മാരോ അല്ല മാതാക്കന്മാർ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നതായിരുന്നു ഒരു ക്രൈറ്റീരിയ. ഒരു 10 വർഷം കഴിഞ്ഞാൽ, ഒരു 15 വർഷം കഴിഞ്ഞാൽ ഇതായിരിക്കും ചോദിക്കുന്നത്. 2026 ഇലക്ഷൻ ഇദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ടോ, ഇദ്ദേഹത്തിന്റെ പത്നി വോട്ട് ചെയ്തിട്ടുണ്ടോ, മക്കൾ വോട്ട് ചെയ്തിട്ടുണ്ടോ, ഇതാണ് അതായിരിക്കും അടുത്ത വരുന്ന തലമുറക്കുള്ള വോട്ടിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് വരാൻ പോകുന്ന തലമുറകൾക്ക് വേണ്ടിയുള്ള വോട്ടാണ്. അതുകൊണ്ട് ഈ വോട്ടിനെ ഒരിക്കലും നിസ്സാരവൽക്കരുത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ ഗൾഫിലെ പല രാജ്യങ്ങളിലായെത്തി പ്രവാസികളെ കണ്ടിരുന്നു. സർക്കാരിന്റെ നേട്ടങ്ങൾ മുഖ്യമന്ത്രി മണിക്കൂറുകൾ നീണ്ട പ്രസംഗത്തിൽ നിരത്തിയപ്പോൾ പരാജയങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രതിപക്ഷ നേതാക്കളും പ്രവാസികളെ കണ്ടു. പക്ഷേ സംസ്ഥാനത്തിന്റെ GDP-യുടെ 1/3 സംഭാവന ചെയ്യുന്ന പ്രവാസികളെ ഇപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആർക്കും വേണ്ട. പ്രതിസന്ധിയുടെ കറുത്ത കാലത്താണ് പ്രവാസികളെ ചേർത്ത് നിർത്തേണ്ടത്. ഇതിനുള്ള സാമാന്യ ബോധമെങ്കിലും നമ്മുടെ നേതാക്കളും പാർട്ടികളും പ്രവാസികളോട് കാട്ടണം.